നമസ്കാരം. ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുവജിത്. മൂക്കന്നൂരും സമീപ പ്രദേശങ്ങളും അക്ഷരാർത്ഥത്തിൽ നടുങ്ങി. ഭൂകമ്പം എന്ന നിലയിൽ പരിഭ്രാന്തരായ ജനങ്ങൾ വീട് വിട്ടിറങ്ങി. ഉഗ്രസ്ഫോടനത്തിന്റെ ശബ്ദം 3 കിലോമീറ്ററിലധികം വ്യാപിച്ചു. ഇതിനുശേഷമാണ് സ്ഫോടനം പാറമടയിൽ നിന്നുമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. അനേകം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. വിശദാംശങ്ങളിലേക്ക്. ഒരു സ്വയം തൊഴിൽ സംരംഭമായി തുടങ്ങിയ ഒരു വനിതാ ഫുഡ് പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു സ്ഫോടനം നടന്നപ്പോൾ എൻ്റെ ബിൽഡിങ്ങിന് വിള്ളൽ വന്നിട്ടുണ്ട്. ഇതിന് ലോൺ എടുത്ത് ചെയ്തേക്കുന്ന ഒരു സംരംഭമാണിത്. അതിനെനിക്ക് വേണ്ട സഹായം തരണം. എൻ്റെ പേര് ഷാജി. ഞാനൊരു താല്പര്യക്കാരനാണ്. എൻ്റെ വീടിൻ്റെ ഊടും ഇതൊക്കെ ഇളകി മറിഞ്ഞ് തവിടുപൊടിയായിപ്പോയി. ആരോടെ പറയണേ? അധികം ഇത് റെഡിയാവണില്ല. പോലീസ് CI ഒക്കെ വന്ന് നോക്കി. അത് കണ്ട് അവർ പോയിട്ടുണ്ട്. ഇന്ന് ഏകദേശം 10 കൂടി ഒരു വലിയ സ്ഫോടനം ഉണ്ടായി. അതനുസരിച്ച് ഞാൻ പറമ്പിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ആദ്യം ബോംബാണെന്ന് വിചാരിച്ച. അത് കഴിഞ്ഞ് ഞാൻ പറമ്പിലെല്ലാം നോക്കിയപ്പോൾ എൻ്റെ വീടുകളൊക്കെ കുലുങ്ങുന്ന പോലെ തോന്നി. അത് കഴിഞ്ഞിട്ട് പറമ്പിൽ ഇറങ്ങി ചെന്നപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ കിണറിൻ്റെ റിങ് വട്ടം പൊട്ടിയിരിക്കുന്നതായി കണ്ടു. അത് അന്വേഷിച്ച് വന്നപ്പോൾ അടുത്തുള്ള പാറമടയിൽ നിന്ന് എന്തോ ഒരു വലിയ സ്ഫോടനം ഉണ്ടായി എന്നാണ് പറയണേ. അപ്പോൾ ഇത് തന്നെ എൻ്റെ ബാക്കിലുള്ള ഒരു പാറമട ഇവിടെ വരാൻ പോകുന്നുണ്ട്. ഈ കിണറിൻ്റെ പ്രശ്നം ഞാൻ മുമ്പ് ഈ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ സമീപ പ്രദേശങ്ങളിലായ എല്ലാവരെയും ബാധിച്ചിട്ട് എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. അവിടെ വന്ന് അവർ നോക്കി ഈ സാധനം ഒരു ബോംബ് പൊട്ടുന്ന ഒരു പ്രതീതിയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പോലീസുകാരും ഫയർഫോഴ്സുകാരും നിന്നിട്ടാണ് ഇതെല്ലാം ചെയ്തത്. മുമ്പും ഇവിടെ ഇങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എൻ്റെ പേര് കുര്യേശൻ എന്നാണ്. ഇത് ഞാൻ പുതുതായി പണിത എൻ്റെ വീടാണ്. അപ്പോൾ ഈ വീടിന് ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായ സ്ഫോടനത്തിൽ വീടിന് സാരമായിട്ടുള്ള കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. പ്രധാനമായിട്ടും തറയ്ക്കും ഭിത്തിക്കും വിള്ളലുകൾ വീണിട്ടുണ്ട്. നമസ്കാരമുണ്ട്. എൻ്റെ പേര് ബാബു. വീടാണപ്പാറ. ഇന്ന് രാവിലെ 10:30 ശേഷം ഉണ്ടായ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മരിമോള് തുണി അലക്കിയിട്ട് വിരിക്കുന്ന സമയത്ത് എൻ്റെ പേരക്കിടാവ് എൻ്റെ മോൻ്റെ കൊച്ച് ഉറങ്ങി കിടക്കുകയാണ്. ഈ സംഭവം ഭയങ്കര ഇടിമിന്നൽ പോലായിരുന്നു സംഭവം. ഈ എൻ്റെ ബാക്ക് ഷീറ്റ് ഇട്ടുന്ന പേരാണ്. ആ ഷീറ്റാണ് പൊളിങ്ങിട്ട് കൊച്ചു പെണ്ണ് ഓടിക്കുന്നത്. അച്ഛ എൻ്റെ കൊച്ചിനെ വിളിക്കാൻ പറയാണ്. ഞാൻ മോളെ എന്തൊരു സംഭവം ഇടി ഉണ്ടാവുമെന്ന് പറയാണ്. അപ്പോൾ ഓടിച്ചത് കൊച്ചിനെ വിളിച്ചിട്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എൻ്റെ പുറമേക്ക് ചാടി ഇറങ്ങി നോക്കിയപ്പോൾ അപ്പോൾ നമ്മൾ നല്ല പാറ പൊടിക്കുന്നതായിരിക്കുമെന്ന് നോക്കിയാണ്. വീണ്ടും ആ ടൈപ്പ് തന്നെ ഭയങ്കര മിന്നലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മിന്നൽ തന്നെയല്ല, ഒരു വീട് മൊത്തം കുടങ്ങായിരുന്നു. ഇങ്ങനെയൊക്കെ പോയി എങ്ങനെ മനുഷ്യൻ ജയിക്കും? ഞങ്ങളുടെ കച്ചവടം ഞങ്ങളുടെ കുടുംബം പോയ പിന്നെ ആര് തരും? ഒരു മണ്ടി ഈ പറഞ്ഞ ആൾ ഈ ഭരണകക്ഷികളിൽ പ്രതിപക്ഷക്കാരും തരില്ല. നമ്മൾ ഞാൻ ഉണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കി കുടുംബമാണത്. ഒരുപാട് കഷ്ടപ്പോൾ എനിക്ക് എൻ്റെ കാല് വളണ്ടിക്കാണ്. എൻ്റെ 6 വർഷമായി ഞാൻ കാല് പോലെ വണ്ടി കാത്തുകൊണ്ടിരിക്കുന്നത്. 6 വർഷമായിട്ട് ഈ പറഞ്ഞ ആൾ നേതാക്കന്മാരോ ഒരാളെൻ്റെ കുടുംബത്തിൽ കിടന്നുകൊണ്ടല്ല. ഇങ്ങനെ പോയി എന്നിട്ടാ അത് ഏത് രാഷ്ട്രീയക്കാരിലും ഞാൻ നിഷ്പക്ഷത പറയണത്. എനിക്ക് രാഷ്ട്രീയമില്ല, ഇങ്ങനെ പാടില്ല. നിഷ്പക്ഷത ഞാൻ പറയണത്. സത്യമായിട്ടും ഇങ്ങനെ ചെയ്യരുത്.
എൻ്റെ പേര് കൗസല്യ. ഞാൻ ആനപ്പാറ എന്ന എൻ്റെ വീട്. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം പള്ളി ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. അത് വെള്ളിയാഴ്ച ദിവസമാണ് വന്നത്. ഇന്നിപ്പോൾ കാലത്ത് വന്ന് കുറച്ച് പണി തീർന്നപ്പോൾ ഞാൻ കാലത്ത് ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. ആ സമയത്ത് ഭയങ്കര ഒരു ഭൂകമ്പമായിട്ട് ഭയങ്കര ഒരു സ്വരത്തിൽ കേട്ടു. ആ നേരത്ത് ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു. ഞാനൊക്കെ ഇരുന്നോടത്ത് നീങ്ങിപ്പോയി. അപ്പോൾ താഴെയുള്ള ആൾക്കാർ ചോദിച്ചു, സ്വരം കേട്ട് ആൾക്കാർ ചോദിച്ചു എന്താ ചേച്ചി പറ്റിയെന്ന്. അപ്പം ഞാൻ വിചാരിച്ച പള്ളി ഇടിഞ്ഞൊളിഞ്ഞ് വീടെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം അതിന് മാത്രം സ്വരം പള്ളിയകത്തുണ്ടായി. അപ്പോൾ വയറ് കുലുക്കും ഭയങ്കര ഭൂകമ്പമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചിമാരെ ഇവിടെ ഒന്നും കാണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും പള്ളിക്ക് ചുറ്റും ഓടി വന്ന് താഴെയൊക്കെ അന്ന് ആൾക്കാർ നോക്കണ്ടായിട്ട് ചോദിച്ചു. അതോടുകൂടി ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.